ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ പ്രാവശ്യം രാജാജിക്ക് കിട്ടി അതേ വോട്ട് തന്നെ കിട്ടിയിട്ടില്ലേ പ്രാവശ്യം സുനിൽകുമാറിന്? ഏകദേശം ഉണ്ട്. പിന്നെ എവിടെ വോട്ട് ചെയ്യാനാ, എവിടെ വോട്ട് മറക്കാനാ? കാരണം അതായത് എല്ലായ്പ്പോഴും ജയിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് അന്തർധാര, വോട്ട് മറിച്ചു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് വോട്ടിംഗ് പാറ്റേൺ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇത് കിട്ടിയിട്ടുള്ളത് BJPക്കും മോദിക്കും സുരേഷ് ഗോപിക്കും കിട്ടിയ വോട്ടാണ് തൃശ്ശൂർ. ഇത് തന്നെ ചന്ദ്രശേഖരന് കിട്ടി, രാജീവ് ചന്ദ്രശേഖരൻ കിട്ടി. പിന്നെ സുരേഷ് ഗോപി എന്ന് പറഞ്ഞൊരു വ്യക്തി, ഞാൻ കുട്ടിക്കാലം വളരെ കാലം മുമ്പ് അറിയുന്ന ഒരാളാണ്. വളരെ ഒരു നിഷ്കളങ്കനായിട്ട് അദ്ദേഹം ഇപ്പോഴും രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുക. ഞാൻ ഒരു മീറ്റിങ്ങിൽ ഞാൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഒരു 1000 ഉറുപ്പ്യ കൊണ്ട് ഇറങ്ങിയാൽ ആരെങ്കിലും സങ്കടം പറഞ്ഞാൽ ആ 1000 ഉറുപ്പ്യ എടുത്ത് കൊടുക്കും എന്ന് ഭാര്യ പണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആൾക്കാരോട് ഇരന്നിട്ടാണ് വീട്ടിലേക്ക് പോവുക. അങ്ങനെ ഒരു മനുഷ്യനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആദ്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞില്ല, പക്ഷേ ഇപ്പോൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞു അദ്ദേഹത്തിന്. അങ്ങനെ വോട്ട് ചെയ്തതാണ് അദ്ദേഹത്തിന്. പിന്നെ 10 കൊല്ലം എന്തൊക്കെയാണ് അദ്ദേഹത്തെ ട്രോൾ ചെയ്യുന്ന എല്ലാവരും കൂടിയിട്ട്, തുറന്ന ഇദ്ദേഹത്തിനെ പറ്റി കളിയാക്കൽ, ഇദ്ദേഹത്തിൻ്റെ ഡാൻസ് കാണിക്കൽ, അത് കാണിക്കൽ. പിന്നെ അദ്ദേഹത്തിൻ്റെ ജോലി സിനിമാഭിനയമാണ്. അപ്പോൾ കുറച്ച് ഡാൻസൊക്കെ കളിച്ചു, നമുക്കും കളിക്കണം എന്നൊക്കെ നമ്മുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ നമ്മൾ ജനങ്ങളെ പേടിച്ചിട്ട് നമ്മളതിൽ സ്റ്റൈൽ പിടിച്ച് നിൽക്കുന്നേ ഉള്ളൂ. അദ്ദേഹത്തിന് അതില്ല. അതാണ് അദ്ദേഹം നമ്മളൊക്കെ തമ്മിലുള്ളൊരു വ്യത്യാസം. അപ്പോൾ അദ്ദേഹത്തിന് എന്നിട്ട് 10 കൊല്ലം അദ്ദേഹം ക്ഷമിച്ച് എല്ലാ ചീത്തകളും കേട്ട് എല്ലാ വിഷമങ്ങളും സഹിച്ച് ഇവിടെ നിന്നതിന് ജനങ്ങൾ ഇപ്പോൾ കൊടുത്ത സമ്മാനം എന്ന് പറയുമ്പോൾ, ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം കൊടുത്ത മാതിരിയാണ്. ഒരു പൂ എന്താ പറയുക, അതേ രീതിയിലാണ് ഇപ്പോൾ അദ്ദേഹത്തിനെ ജനങ്ങൾ ജയിപ്പിച്ചുള്ളത്. അതിന് തൃശ്ശൂരുകാരോട് എത്ര നന്ദി പറഞ്ഞാലും, കാരണം അതിൽ എപ്പോഴും തൃശ്ശൂരുകാരെ കുറ്റം, ഞാൻ ഒരിക്കലും തൃശ്ശൂർ ആളുകളെ കുറ്റം പറയില്ല. കാരണം എനിക്ക് കിട്ടിയ വോട്ടുകളിൽ ഞാൻ വെറും 900 വോട്ടിന് വരെ തോറ്റ, അത് മുഴുവൻ ഇവിടുത്തെ ആൾക്കാർ വോട്ട് ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത് തൃശ്ശൂരത്തെ ആളുകളെ ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ്, ഒരിക്കലും പറയില്ല ഞാൻ. അല്ല മറ്റേ ഞാൻ അതിൽ ഈ പറഞ്ഞ മാതിരി അന്ന് എന്നെ എന്തായാലും തോൽപ്പിച്ചവരുടെ കൂട്ടത്തിൽ ജോസ് വള്ളൂരൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അവിടെ അടുത്ത് സ്ഥാനാർത്ഥിയായിരുന്നു. എന്തിനാ ഇല്ലാത്തവരെ ഞാൻ പിടിച്ച് വലിച്ചഴക്കണം? അതൊന്നും ഒരു കാര്യമല്ല. ഇതിൽ എല്ലാ കമ്മ്യൂണിറ്റികളുടെയും വോട്ട് സുരേഷ് ഗോപിക്ക്. അതിൽ ഞാൻ പറഞ്ഞില്ലേ, മാറ്റപ്പെട്ട് നിർത്തി പേടിച്ചു മാറി നിന്ന ആൾക്കാർ പോലും സ്നേഹത്തിൻ്റെ ഇത് കൊടുത്തിട്ടാണ് സുരേഷ് ഗോപിക്ക് പലരും വോട്ട് ചെയ്തിട്ടുണ്ട്. അല്ല, പ്രതാപനെതിരെ ഇനി പറയേണ്ട കാര്യം എന്താ? ഞാൻ എന്തിനാ പറയണേ? നിങ്ങൾ വേണേൽ KPC ഓഫീസിൽ പോയാൽ പഴയ പേപ്പറുകൾ കീറിയിട്ടില്ലെങ്കിൽ എൻ്റെ പരാതി അവിടെ കാണും. ഒന്ന് പോയി നോക്കിയാൽ മതി. ഇനി ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് സത്യം പറഞ്ഞാൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ഈ പറയുന്ന നേതാക്കന്മാരുടെ പേര് പറയാൻ പോലും എനിക്കിഷ്ടമല്ല. പേര് പറയാൻ പോലും അത്രമാത്രം വേദനിപ്പിച്ച് കണ്ണീരോടുകൂടി എന്നെ ഈ പാർട്ടി ഇറക്കി വിട്ടത് എല്ലാം കൂടി. അതാണ് അതിൽ ഒരു സംശയം. ഞാൻ ഈ ലോകത്തിൽ എവിടെ ചെന്നാലും ഞാൻ പറയും. അതെ, അത് നമ്മൾ വിചാരിച്ച മാതിരിയാണോ അതിലത്തെ വോട്ടിങ്? ഇത് ഞാൻ കണ്ടു എന്നല്ല, ഞാൻ വോട്ടിങ് ഇത് ന്യൂനപക്ഷങ്ങൾ ഗുരുവായൂർ മാത്രമൊന്നുമല്ല, എല്ലാ സ്ഥലത്തും ഉണ്ട്. ഈ മണലൂരുണ്ട്, ഈ പറഞ്ഞ എല്ലാ സ്ഥലത്തും ഉണ്ട്. ഏറ്റവും കുറവുള്ളത് തൃശ്ശൂർ ടൗണിൽ, അവിടെ പോലും ഉണ്ട് അവർ. പക്ഷെ അവിടെയൊക്കെ 20,000 വോട്ടിനാണ് സുരേഷ് ഗോപി. അപ്പം നമ്മൾ ഇവരുടെ അടുത്തൊക്കെ നമ്മൾ നോക്കേണ്ടത് സ്നേഹത്തിൻ്റെ ഇത് കൊടുത്താൽ ആരും നമുക്കത് തിരിച്ചു തരും. കോൺഗ്രസ്സുകാരുടെ ഈ കള്ളക്കളി പൊളിച്ചില്ലെങ്കിൽ ആളുകൾ തമ്മിൽ അടിച്ച് പിരിയും. അതിലേക്കാണ് കോൺഗ്രസ് കൊണ്ടുപോകുന്നത്. അയ്യോ, ഞാൻ സംസാരിക്കാത്ത ഞാൻ എങ്ങനെയാണ് ചോദിക്കുക? ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ അടുത്ത്. അല്ല, ഞാൻ എന്നെ ആ ഇലക്ഷൻ സമയത്ത് എന്തൊക്കെയോ പറഞ്ഞു, പക്ഷെ ഞാൻ അതിനൊന്നും ഉത്തരം പറയാനില്ല. കാരണം എനിക്ക് എൻ്റെ ചേട്ടനോട് ഇപ്പോഴും സ്നേഹവും ബഹുമാനമുള്ളൊരു അനിയത്തിയാണ് ഞാൻ. ഇത്രയും കാലം അദ്ദേഹം പറഞ്ഞതിനൊന്നും ഞാൻ ഉത്തരം പറഞ്ഞിട്ടില്ലല്ലോ. ഇനി മരിക്കുന്നവരെ എനിക്ക് ഭഗവാനോട് ഒറ്റ പ്രാർത്ഥനയുള്ളൂ, ഭഗവാനെ ആ സമയത്ത് എനിക്ക് കൺട്രോൾ തരണേ. കാരണം പറഞ്ഞാൽ പിന്നെ എൻ്റെ ചേട്ടൻ്റെ സ്വഭാവം എനിക്കല്ലാണ്ട് വേറെ ആർക്കും അറിയില്ലല്ലോ. ആ പറയണ സമയത്തൊരു ബഹളമേ ഉള്ളൂ, ഇനി ഒന്നുമില്ല.
അദ്ദേഹം അവസാനിപ്പിക്കുന്ന ആര് പറഞ്ഞു? എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് അദ്ദേഹത്തിന് വെറുതെ ഇരിക്കാൻ പറ്റില്ല. ഇന്നോ നാളെ വേണമെങ്കിൽ വീട്ടിൽ വെറുതെ ഇരിക്കുകയായിരിക്കും. മറ്റന്നാൾ അദ്ദേഹം പുറത്തിറങ്ങുന്നതാണ്. ഒരു അനിയത്തി എന്നുള്ള ആളല്ലേ ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് രാഷ്ട്രീയം എനിക്കിപ്പോൾ അറിയില്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം വേറെ, എൻ്റെ രാഷ്ട്രീയം വേറെ. അതിപ്പോൾ ആരും ചേട്ടൻ എന്നുള്ളതല്ല, ആരും ഇങ്ങോട്ട് വന്നാലും സന്തോഷമേ ഉള്ളൂ. കാരണം തെറ്റിദ്ധരിച്ച കുറേ ആളുകൾ അപ്പുറത്തുണ്ട്. അവരെല്ലാം ഇവിടെ വന്ന് ഈ പാർട്ടിയുടെ ഉള്ളിലത്തെ സ്നേഹവും അച്ചടക്കം, സ്ത്രീകളോടുള്ള ബഹുമാനം, അത് ഞാൻ എന്നെടുത്ത് പറയും. അത് കണ്ട് പഠിച്ചാൽ എല്ലാവരും വരും. വരണം എന്നല്ല, വരും. അതിൽ ഒരു സംശയവും വേണ്ട അക്കാര്യത്തിൽ. ഇനിയും ഇഷ്ടംമാതിരി നേതാക്കൾ സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് വരും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.